നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 10. അങ്ങനെ മിനിഞ്ഞാന്നുണ്ടായ ശക്തമായ ഇടിവിന് ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും തിരിച്ചുവരവ് നടത്തുവാനുമായി വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുകൂട്ടരുടെയും ഭാഗത്ത് നിന്നും ഉള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പ്രത്യേകിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളൊന്നും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുമില്ല. ആകെ വരുന്ന ഒരു അപ്ഡേറ്റ് പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും നേതൃത്വത്തിൽ വീണ്ടും പുതിയ മധ്യസ്ഥ ശ്രമങ്ങൾക്കായിട്ട് ഉള്ള നടപടികൾ എടുക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ത്യൻ ബാങ്ക്, L&T ഫൈനാൻസ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, എൽക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി, ഇന്റർനാഷണൽ ട്രാവൽ ഹൗസ്, ജസ്റ്റ് ഡയൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. നാളെ ശനിയാഴ്ച അവന്യൂ സൂപ്പർ മാർക്കറ്റ്സ്, LTM, ആവന്റൽ, തിരുപ്പതി ഫിൻലീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ അവയുടെ Q1 ഏർണിംഗ്സുകളും പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം മാർക്കറ്റിലെ ഓവറോൾ സെന്റിമെന്റ്സ് ചോപ്പിയായിട്ട് തന്നെ തുടരുന്നു. ആയതിനാൽ തന്നെ 24,200 എന്ന ലെവൽ അപ്പർ സൈഡിലേക്ക് ശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് നിഫ്റ്റിക്ക് മുന്നോട്ടൊരു ശക്തമായ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം ഡൗൺ സൈഡിലേക്ക് 23,800 എന്ന ലെവൽ അതിശക്തമായി മറികടന്നെങ്കിൽ മാത്രമേ നിഫ്റ്റിയിൽ വീണ്ടും ശക്തമായൊരു ഫോൾ ഉണ്ടാകാനുള്ള സാധ്യതകളുമുള്ളൂ. ആയതിനാൽ തന്നെ ഡൗൺ സൈഡിലേക്ക് 23,800 എന്ന ലെവലും അപ്പർ സൈഡിലേക്ക് 24,200 എന്ന ലെവലും ബ്രേക്ക് ചെയ്യാത്തടത്തോളം കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള റേഞ്ച് ബൗണ്ട് ട്രേഡിംഗിനുള്ള സാധ്യതകളാണ് നിലവിൽ മാർക്കറ്റിൽ നിലനിൽക്കുന്നതും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നോ അല്ലെ ഗ്ലോബലിയോ പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെയില്ല. എങ്കിലും ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US നിന്ന് വന്ന ജൂൺ മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റയിൽ മോർട്ടേജ് ഉയർന്നു തന്നെ നിലനിൽക്കുന്നതിനാലും വീടുകളുടെ വിലയിലുണ്ടായ ശക്തമായ ഉയർച്ചയും തുടർന്ന് US എക്സിസ്റ്റിംഗ് ഹോം സെയിൽസിൽ അപ്രതീക്ഷിതമായി തന്നെ 2.4% ഇടിവാണ് ജൂൺ മാസത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തത്. ബുധനാഴ്ചയുണ്ടായ ശക്തമായ തകർച്ചയ്ക്ക് ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായെങ്കിലും 4 ട്രേഡിംഗ് സെഷനുകളിലെ തുടർച്ചയായ ബൈയിങ്ങിന് ശേഷം ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 532.86 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് നടത്തിയതും അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2,057.79 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ADR സ്റ്റോക്സുകൾ പരിശോധിക്കാം. ആക്സിസ് ബാങ്ക് ADRന് ഫ്ലാറ്റ് ആയിട്ടും ഡോക്ടർ റെഡ്ഡീസിന് 1.63%ന്റെയും നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ HDFC ബാങ്ക് ADRന് 1.5%-അടുത്തും ICICI ബാങ്ക് ADRന് 1%-അടുത്തും ഇൻഫോസിസിന് 1.25%-ലേറെയും വിപ്രോയ്ക്ക് 1%-ലേറെയും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ US മാർക്കറ്റിൽ ഇന്നലെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതുതായിട്ട് ഉടലെടുത്ത പ്രശ്നങ്ങളുണ്ടെങ്കിലും അവയുടെ ആശങ്കകളെയൊക്കെ മറികടന്നുകൊണ്ട് ചിപ്പ് സ്റ്റോക്കുകൾ ഉണ്ടായ ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് US മാർക്കറ്റിൽ S&P 500-ന് 0.81%-ന്റെയും നാസ്ഡാക്കിന് 1.3%-ന്റെയും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. എന്നാൽ മെറ്റ പ്ലാറ്റ്ഫോംസ് AI ചിപ്പ് നിർമ്മാണത്തിലേക്ക് കടക്കുന്നുവെന്നുള്ള റിപ്പോർട്ട്സ് റോയിറ്റേഴ്സ് പുറത്തുവിട്ടതിനെ തുടർന്ന് മെറ്റയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്നലെ ഇടിവും രേഖപ്പെടുത്തി. അതേസമയം ഡോ ജോൺസ് ഫ്യൂച്ചർ ഇന്ന് നേരിയ നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും അതേസമയം ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് 0.9%-അടുത്ത് നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.5%-ലേറെയും കൊറിയൻ മാർക്കറ്റ് 2.25%-ന്റെ നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. എണ്ണയുടെ വിലയിലും നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.5%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.5%-അടുത്തും. ബ്രെന്റ് ക്രൂഡിന്റെ വില $78.08 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $71.96 പെർ ബാരൽ നിലയിലുമായിട്ട് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട്
$4,122.69 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 0.79 എന്ന നിലയിലും മാക്സ് പെയിൻ 24,050 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ ഉണ്ടായ നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20 ഡേയുടെയും മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേ EMAയിലുമുള്ള ഗ്രിപ്പ് വീണ്ടും തിരിച്ചു പിടിക്കുവാനുമായി RSI 41 പോയിന്റ് ചില്ലറയിൽ നിന്നും 50.43 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മിനിഞ്ഞാന്നത്തെ ശക്തമായ ഇടിവിന് ശേഷം ഇന്നലെ ഉണ്ടായ നേട്ടത്തിന്റെ ഫലമായിട്ട് ഇൻവേർട്ടഡ് ഹാമർ ടൈപ്പ് പാറ്റേൺ ആണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ടും സാധിക്കുക. ഇത് സൂചിപ്പിക്കുന്നത് ബുള്ളിഷ് റിവേഴ്സലിനെയാണെങ്കിലും ഇത് കൺഫേം ആക്കാനായിട്ട് ഇന്നൊരു ട്രേഡിംഗ് സെഷൻ കൂടി പൂർത്തിയാക്കേണ്ടതായിട്ടുമുണ്ട്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,200 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 24,050 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 23,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഡിക്സൺ ടെക്നോളജീസ് സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി ഇന്ത്യയിൽ രൂപീകരിക്കുന്നതിനായിട്ട് വിവോ മൊബൈൽ ഇന്ത്യയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു. വിക്രം സോളാർ, എവർവോൾട്ട് സോളാർ ടെക്നോളജി ഇന്ത്യയുമായി കമ്പനി സോളാർ സെൽ വിതരണ കരാറിൽ ഏർപ്പെട്ടു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരു ഇന്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയൊരു കരാർ കമ്പനിക്ക് ലഭിച്ചു. ഹാവെൽസ് ഇന്ത്യ ഇന്ത്യൻ വിപണിക്കായിട്ട് നൂതനമായ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വികസിപ്പിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനുമായി നോർവേ ആസ്ഥാനമായിട്ടുള്ള എനർജി സ്റ്റോറേജ് സാങ്കേതികവിദ്യ കമ്പനിയായ പിക്സി ASുമായിട്ട് തന്ത്രപരമായ സഹകരണം കമ്പനി പ്രഖ്യാപിച്ചു. പ്രീമിയർ എനർജീസ് തെലുങ്കാനയിലെ സീതാരാംപുരത്ത് 5.6 ജിഗാവാട്ട് ശേഷിയുള്ള തങ്ങളുടെ പുതിയ സോളാർ മോഡ്യൂൾ നിർമ്മാണ യൂണിറ്റ് കമ്പനി ഉദ്ഘാടനം ചെയ്തു. വിജയ് ഡയഗ്നോസ്റ്റിക്സ് സെന്റർ ജൂലൈ 9 ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് ശ്രീ നരസിംഹ രാജു KA നിയമിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. TCS പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ പ്രോഫിറ്റില് 4.6%, റവന്യൂവില് 13.9% ഉയർച്ച രേഖപ്പെടുത്തി. കൂടാതെ 12 രൂപ per ഷെയർ എന്ന നിലയിൽ ഇൻട്രീം ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ആനന്ദ് രതി വെൽത്ത് പ്രോഫിറ്റില് 73.6%, റവന്യൂവില് 17% വർധനവ് രേഖപ്പെടുത്തി. അതർ ഇൻകത്തിലും 11 മടങ്ങിന്റെ വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 10.1 കോടി രൂപയിൽ നിന്നും 110.3 കോടി രൂപയായിട്ടും വർധനവ് രേഖപ്പെടുത്തി. മുത്തൂറ്റ് മൈക്രോഫിൻ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റില് അസറ്റ് അണ്ടർ മാനേജ്മെന്റില് 18%, ഡിസ്ബഴ്സ്മെന്റില് 49% വർധനവ് രേഖപ്പെടുത്തി. M&M ജൂൺ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള മന്ത്ലി ബിസിനസ് അപ്ഡേറ്റില് കമ്പനിയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ വോളിയത്തില് 30%, സെയിൽസ് വോളിയത്തില് 32%, എക്സ്പോർട്സ് വോളിയത്തില് 120.7% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.